നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയും വിശ്വാസ്യതയും പരിശോധനാ വിധേയമാകുന്ന കാലമാണ് തിരഞ്ഞെടുപ്പ് കാലം. എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജയമാണോ? പെരുമാറ്റച്ചട്ടം പാർട്ടികളും സ്ഥാനാർത്ഥികളും നേതാക്കളുമൊക്കെ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ കമ്മീഷന് കഴിയുന്നുണ്ടോ? ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ ഇഴകീറി പരിശോധിക്കുന്ന കാലം. പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത സംശയ നിഴലിലാണ്. സൈന്യത്തിൻ്റെയും വർഗീയതയുടെയും പേരിൽ വോട്ട് ചോദിക്കുന്ന പാർട്ടികളും സ്ഥാനാർത്ഥികളും, ഭരണകൂട സന്നാഹങ്ങൾ തിരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുന്ന ഭരണകക്ഷി, ചട്ടലംഘനങ്ങളുടെ ഘോഷയാത്ര തുടരുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തു ചെയ്യുകയാണ്? ഇതേപ്പറ്റിയാണ് രാഷ്ട്രം രാഷ്ട്രീയത്തിൽ ആദ്യം. തിരുനെല്ലായി നാരായണ അയ്യർ ശേഷൻ എന്ന TN ശേഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങൾ അക്ഷരാർത്ഥത്തിൽ ആ ഉദ്യോഗസ്ഥൻ പ്രാവർത്തികമാക്കിയ ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിൽ. 1990-ൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ ശേഷൻ തിരഞ്ഞെടുപ്പ് ചട്ടവും പണാധിപത്യ പ്രവണതകളും ചെറുക്കാൻ കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മധ്യപ്രദേശിൽ മകനു വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയ ഹിമാചൽ ഗവർണർ ഗുൽഷർ അഹമ്മദിന് രാജിവെക്കേണ്ടി വന്നു. പ്രചാരണ സമയം അവശേഷിച്ച ശേഷം അഭിസംബോധനയ്ക്കിറങ്ങിയ UP മന്ത്രിക്ക് വേദി വിടേണ്ടി വന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കടലാസുപുലിയല്ലെന്നും നാവും നട്ടെല്ലും ഭരണഘടനാ പരിരക്ഷയുമുള്ള സ്ഥാപനമാണെന്നും തെളിയിച്ച ഇടപെടലുകൾ ആയിരുന്നു TN ശേഷൻ എന്ന പാലക്കാടുകാരൻ്റേത്. പിന്നീടുള്ള പല തിരഞ്ഞെടുപ്പുകളിലും ശേഷൻ പ്രഭാവം രാജ്യം കണ്ടു. The Commission has therefore decided with total unanimity that it cannot, repeat not, recommend at present to the Governor of J&K the initiation of elections to the J&K Assembly by the issue of any notification, and that it would wait for the creation of conditions appropriate to the holding of a fair and free election. ഒരു വ്യക്തിയല്ല ഒരിക്കലും ഒരു സ്ഥാപനം. വ്യക്തികളെ മാത്രം ആശ്രയിച്ചല്ല ഭരണഘടനാ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടതും. പക്ഷേ വ്യക്തികളുടെ ഇടപെടൽ കൊണ്ട് സ്ഥാപനത്തിന്റെ യഥാർത്ഥ അധികാരങ്ങൾ കണ്ടെത്തപ്പെടുമ്പോൾ പിന്നീട് ആ പദവിയിൽ എത്തുന്നവർക്കും വലിയ ഉത്തരവാദിത്തങ്ങളാണ് അർപ്പിതമാവുക. TN ശേഷന്റെ കാലം കഴിഞ്ഞ് 3-ാം പതിറ്റാണ്ടിലേക്ക് കടക്കുകയാണ് കമ്മീഷൻ. പിന്നീട് കമ്മീഷൻ ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയെന്ന ചോദ്യം വീണ്ടും ഉയരുന്നു. ചട്ടലംഘന പരാതികളുടെ ഘോഷയാത്രയാണ് ഇക്കുറി. സൈന്യത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കരുതെന്ന് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രധാനമന്ത്രിയും BJP അധ്യക്ഷനും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കേട്ടമട്ടില്ല. मैं मेरे फर्स्ट टाइम वोटर से कहना चाहता हूं कि आपका पहला वोट पुलवामा में जो वीर शहीद हुए, उन वीर शहीदों के नाम आपका वोट समर्पित हो सकता है क्या? मैं फर्स्ट टाइम वोटर को कहना चाहता हूं, क्या गरीब को पक्का घर मिले, इसके लिए आपका वोट समर्पित हो सकता है कि नहीं सकता है? मैं मेरे फर्स्ट टाइम वोटर को कहना चाहता हूं, किसान के खेत में पानी पहुंचे, इसके लिए आपका पहला वोट जाना चाहिए कि नहीं जाना चाहिए? मैं मेरे फर्स्ट टाइम वोटर को कहना चाहता हूं, गरीब से गरीब को आरोग्य की सेवा मिले, आयुष्मान भारत योजना सफल हो, इसके लिए आपका वोट जाना चाहिए कि नहीं जाना चाहिए? വിമുക്ത ഭടന്മാരുടെ വലിയ സംഘം സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് സർവ്വസൈന്യാധിപനായ രാഷ്ട്രപതിയെ സമീപിച്ചു. സൈന്യത്തെ മോഡിയുടെ സേന എന്ന് വിളിച്ചത് ചട്ടലംഘനമെന്ന് കണ്ടെത്തിയ ശേഷം കമ്മീഷൻ യോഗിയെ ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത്. കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന ഉപദേശവും. അതിനുശേഷവും വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള പ്രസ്താവനകൾ ആവർത്തിക്കുകയാണ് യോഗി. മുസ്ലിം ലീഗ് വൈറസ്, മഹാസഖ്യത്തിന് അലിയിലാണ് വിശ്വാസമെങ്കിൽ ഞങ്ങൾക്ക് ഹനുമാനിൽ എന്നിങ്ങനെ പച്ചയ്ക്ക് ധ്രുവീകരണ രാഷ്ട്രീയം പറച്ചിൽ. कांग्रेस का झंडा नहीं था, कांग्रेस के किसी सहयोगी का झंडा नहीं था, एक हरा झंडा और चांद सितारे उस पर बने हुए थे. मुस्लिम लीग जो देश के विभाजन का कारण था, वह मुस्लिम लीग अगर आज कांग्रेस का सागिर्द बनी हुई है तो कांग्रेस की नियत पर हमें स्वयं
देखना चाहिए कि कांग्रेस इस देश को कहां ले जाना चाहती है। भाइयों बहनों, ये केवल कांग्रेस के साथ ही नहीं, ये गठबंधन के साथ भी, सपा हो, बसपा हो, लोकदल हो, ये जितने भी दल हैं, भाइयों बहनों, सत्ता के दलदल में इतने उलझ चुके हैं कि इन्हें देश की सुरक्षा से मतलब नहीं, इन्हें देश की एकता और अखंडता से मतलब नहीं। മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുമെന്ന പരസ്യ ഭീഷണി മുഴക്കിയത് കേന്ദ്രമന്ത്രി മേനക ഗാന്ധി. മഹാസഖ്യത്തിനു വേണ്ടി മുസ്ലിം വോട്ടുകൾ ചോദിച്ച മായാവതിയും പ്രഥമദൃഷ്ട്യാ ചട്ടം ലംഘിച്ചുവെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. अन्य और पार्टियों के हाथों में ही केंद्रित रही है। लेकिन यहाँ खास ध्यान देने की बात यह है कि कांग्रेस पार्टी के केंद्र में व अधिकतर राज्यों में भी लंबे अरसे तक गए शासनकाल में इनकी अधिकांश रही गलत नीतियों व गलत कार्य प्रणाली की वजह से ही फिर इस पार्टी को केंद्र व यहाँ आपके केरल स्टेट में भी अन्य राज्यों में भी सत्ता से बाहर होना पड़ा है. മോഡിക്ക് പിന്തുണ പ്രഖ്യാപിച്ച രാജസ്ഥാൻ ഗവർണർ കല്യാൺ സിംഗിന്റെ നടപടി ചട്ടലംഘനമെന്ന് കമ്മീഷൻ കണ്ടെത്തി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്ക് കത്തു നൽകി. രാഷ്ട്രപതി അത് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറി. പിന്നീട് ഒന്നും കേട്ടിട്ടില്ല. നമോ ടിവി എന്ന ലൈസൻസ് പോലുമില്ലാത്ത BJP ചാനൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ ഉള്ളടക്കം അനുസ്യൂതം സ്വീകരണ മുറികളിൽ എത്തിച്ചതും ചട്ടലംഘനം. വളരെ പതുക്കെ മാത്രം വിഷയത്തിലിടപെട്ട കമ്മീഷൻ നമോ ടിവിയിലെ ഉള്ളടക്കങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോഴേക്കും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചിരുന്നു. ലൈസൻസ് ഇല്ലാത്ത ചാനൽ രാഷ്ട്രീയ ഉള്ളടക്കങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് എങ്ങനെയെന്ന ചോദ്യം കമ്മീഷനെ അലട്ടിയിട്ടേയില്ല. നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമയുടെ റിലീസ് വിവാദത്തിൽ ഒടുവിൽ കമ്മീഷൻ ഇടപെട്ടു. റിലീസ് വിലക്കി. കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ പാർട്ടികളെ മാത്രം ലക്ഷ്യമിട്ട് ആദായനികുതി റെയ്ഡുകൾ നടത്തിയപ്പോൾ ഇടപെട്ട കമ്മീഷന് ക്ലാസ് എടുക്കുകയായിരുന്നു കേന്ദ്ര റവന്യൂ വകുപ്പ്. കമ്മീഷന്റെ താക്കീതുകൾക്കും ശാസനകൾക്കും ശേഷവും വിവാദ പ്രസ്താവനകൾ രാഷ്ട്രീയ നേതാക്കൾ തുടരുന്നുവെങ്കിൽ അതിനു കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കെടുകാര്യസ്ഥത തന്നെയാണ്. ഭരണഘടനയുടെ 324 അനുച്ഛേദ പ്രകാരം അസാധാരണമായ അധികാരങ്ങൾ കമ്മീഷനുണ്ട്. പെരുമാറ്റച്ചട്ടം കേവലം കടലാസ സംഹിതയല്ല, ചടങ്ങു തീർക്കൽ മാത്രമല്ല ലക്ഷ്യം. ജനാധിപത്യത്തിൽ ജനഹിതം നിശ്ചയിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രമായി പണ അധികാര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നടക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ്. ഭരണത്തിലിരിക്കുന്നവരോ മറുപക്ഷമോ ചട്ടങ്ങൾ കാറ്റിൽ പറത്തുമ്പോൾ അതിനു കർശനമായി തടയിട്ടാൽ കമ്മീഷന് വിശ്വാസ്യത വീണ്ടെടുക്കാം. പല്ലുകൊഴിഞ്ഞ സിംഹമല്ല എന്ന് തെളിയിക്കാൻ കമ്മീഷൻ ഇടപെടുമോ എന്നാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും മറ്റൊരു ഭരണഘടനാ സ്ഥാപനം കൂടി ചരിത്രമായി എന്ന വിലാപങ്ങളാകും ഉയരുക. കവികൾ, നോവലിസ്റ്റുകൾ, ചെറുകഥാകൃത്തുക്കൾ, അഭിനേതാക്കളും പാട്ടുകാരും വേറെ വ്യത്യസ്തമായ മേഖലകളിൽ നിന്നുള്ള 2 ഡസനിലേറെ സ്ഥാനാർത്ഥികളാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. ഇവരുടെ രാഷ്ട്രീയത്തെ പറ്റിയാണ് രാഷ്ട്രം രാഷ്ട്രീയത്തിൽ ഇനി. जागो तू भी जागो जागो बांग्ला जागो बांग्ला जागो बांग्ला माँ तुम्ही जागो. രാഗങ്ങൾ ഇത്ര മനോഹരമായി വഴങ്ങുമെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വേദിയിലും മമതാ ബാനർജി പാടുകയില്ല. ചിത്രങ്ങൾ ഇത്ര മനോഹരമായി വരയ്ക്കുമെങ്കിലും തൃണമൂലിന്റെ രാഷ്ട്രീയ ചുവരെഴുത്തിൽ ഒരു മാറ്റത്തിനും തയ്യാറുമല്ല. ഈ തെരഞ്ഞെടുപ്പ് ചിത്രം വരയ്ക്കുന്നതിൽ നിർണായക സ്വാധീനമുള്ള മമതാ ബാനർജി കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കലാകാരി എന്ന വിലാസം ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ കലയുടെ വിലാസത്തിൽ 2 ഡസനിലേറെ പേർ ഇത്തവണ ജനങ്ങളുടെ പുരസ്കാരം തേടി എത്തുന്നു.
തമിഴ്നാട്ടിലെ മധുരയിൽ CPM സ്ഥാനാർത്ഥി സു വെങ്കിടേഷ്. കാവൽക്കൂട്ടം എന്ന ഒറ്റ നോവൽ കൊണ്ട് രാജ്യത്തെ നോവൽ ചരിത്രത്തിൽ ഇടം നേടിയ ആളാണ്. ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരെ ഒറ്റയ്ക്ക് നേരിട്ട രാജാവിൻ്റെ 100 അധ്യായങ്ങളുള്ള നോവൽ പൂർത്തിയാക്കിയാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. பிரபஞ்சன் அவருடைய மறைவு தமிழ் இலக்கியத்திற்கு ஒரு பேரிழப்பாகும். தமிழில் வரலாற்று நாவல் இல்லை என்னும் வசை என்னால் கழிந்தது என்று தன்னுடைய வானம் வசப்படும் நாவலின் முன்னுரையில் பிரபஞ்சன் அவர்கள் கூறியிருந்தார்கள். அதற்கு முன்பு வந்த நாவல்கள் எல்லாம் வரலாற்றை ஒரு ரொமான்டிக் நாவல் என்ற அடிப்படையிலேயே அணுகியது. ஆனால் அவர்தான் அனந்தரங்கம் பிள்ளை டைரியை அடிப்படையாக வைத்து, ஆதாரங்கள் வரலாற்று குறிப்புகளை அடிப்படையாக வைத்து வரலாற்று நாவல்களை எழுத வேண்டும் என்ற ஒரு நிலையை உருவாக்கியவர், என்ற ஒரு புதிய அணுகுமுறையை துவக்கி வைத்தவர். எனவே தமிழின் வரலாற்று நாவலினுடைய துவக்கத்தை பிரபஞ்சன் அவர்கள் நிகழ்த்தினார்கள். சுமார் 30-35 ஆண்டுகளுக்கு மேலாக இலக்கியத்தில் மிக தீவிரமாக இயங்கியவர். நாவல், சிறுகதை, கட்டுரைகள் என்று தொடர்ச்சியாக மறுவாசிப்பு உள்ளிட்ட தொடர்ச்சியாக இலக்கியத்தில் 30 ஆண்டுகளுக்கு மேலாக மிக தீவிரமாக இயங்கிய தமிழ் இலக்கியத்தின் முகமாக விளங்கியவர் பிரபஞ்சன் அவர்கள். புதிய எழுத்தாளர்களை பாராட்டுவது, புதிய எழுத்தாளர்களின் படைப்புகளை ஊக்குவிப்பது, நல்ல சொற்பொழிவாளர், மிகச்சிறந்த பேச்சாளர், எல்லா வகையிலும் இலக்கியத்திற்கு ஒரு பெரும் പങ്കை ആറ്റിയ പ്രപഞ്ചനുடைய മറവ്. രോഹിണിയെപ്പോലുള്ള സിനിമാ താരങ്ങൾ മാത്രമല്ല, രാജ്യമെങ്ങു നിന്നും നിരവധി എഴുത്തുകാരും മധുരയിലേക്ക് തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. आज से ये लड़ाई आपकी है, आप इमरान के लड़ना है आपको इस लड़ाई को, कि चाय वाले बाबू को चाय लेके डूबेगी, चाय से बचेंगे तो गाय लेके डूबेगी. മൊറാദാബാദിൽ ഉറുദു കവി ഇമ്രാൻ പ്രതാപ്ഗരിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഉറുദു സാഹിത്യത്തിലെ രാജ്യത്തെ മുൻനിരക്കാരിൽ ഒരാൾ. പശ്ചിമബംഗാളിലെ അസനോളിൽ നടി മൂൺമൂൺ സെൻ ആണ് തൃണമൂൽ സ്ഥാനാർത്ഥി. CPMന്റെ ബസുദേവ് ആചാര്യയെ ബംഗൂരിൽ 1,00,000 വോട്ടിന് കഴിഞ്ഞ തവണ തോൽപ്പിച്ച മൂൺമൂൺ സെന്നിനെ മമത അസനോൾ പിടിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവിടെ എതിരാളി വിഖ്യാത ഗായകൻ ബാബുൽ സുപ്രിയോ. ഉത്തർപ്രദേശിലെ അസംഗഡിൽ അഖിലേഷ് യാദവിന്റെ എതിരാളി അക്ഷരാർത്ഥത്തിൽ അരങ്ങൊരുക്കുകയാണ്. ഗായകനും ഭോജ്പുരി സൂപ്പർ നടനുമായ ദിനേശ് ലാൽ യാദവ്. सोच के करिया मतदानवा मोरे देश के लोग, नहीं तो देशवा बेच दिया बेईमानवा मोरे देश के लोग. देश से बढ़ के कुछ ना होला, सब बाटे बेकार. देश के हित में एक बार फिर से मोदी सरकार. सोच के करिया मतदानवा मोरे देश के लोग. പഞ്ചാബിലെ ഫരീദ്കോട്ടിൽ വിശ്രുത ഗായകൻ മുഹമ്മദ് സാദിഖാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. निकल गई हीर शाल दिया बाख वे टुर चलिया करानू जा दूर तो सद लिया मार के हाका वेख रोंदा रांझे नू निकल गई हीर शाल दिया बाखा टुर चलिया करानू जा दूर तो सद लिया मार के हाका कोई दुश्मन सुन लेना कोई दुश्मन सुन लेना मेरी गल सुन खड़ोगे नेड़े. ശ്രീരാംപൂരിൽ കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തായ ഗായകൻ ബാപ്പി ലാഹിരിക്ക് BJP ഇത്തവണ സീറ്റ് നൽകിയില്ല. നടി ലോക്കറ്റ് ചാറ്റർജി പക്ഷേ ഹൂഗ്ലിയിൽ ഇറങ്ങുന്നുണ്ട്. മത്സരിക്കുന്നില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഗുൽസാർ ഒരു 4 വരി കവിത എഴുതി. അതിങ്ങനെ: പാർച്ചിയാൻ ബന്ദ് രഹി ഹേ ഗലിയോ മേ അപ്നെ കാട്ടിൽ കാ ഇന്തേഖാബ് കരോ വക്ത് ഏ സക്ത് ഹേ ചുനാവ് കാ. വോട്ടിന്റെ വരവറിയിച്ച് കടലാസ കഷണങ്ങൾ വഴിനീളെ നിരന്നു കഴിഞ്ഞു. ഇത് നിങ്ങളുടെ കൊലയാളിയെ വോട്ടിട്ട് വിജയിപ്പിക്കാൻ നിങ്ങൾക്കുള്ള അവസരമാണ് എന്നായിരുന്നു വരികൾ. ഇത്രയും ചൊല്ലിയിട്ട് ഗുൽസാർ ഒരു വരി കൂടി ഗദ്യത്തിൽ പറഞ്ഞു: വോട്ടാണ് ജനതയുടെ കയ്യിലുള്ള ഒരേയൊരു അവകാശം, അത് പാഴാക്കരുത്. രാഷ്ട്രീയ ചാഞ്ചാട്ടം
ഏറ്റവും ശക്തമായി കാണുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷ പിടിക്കുന്നതിനായി സർവ്വസന്നാഹങ്ങളുമായി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ് BJP. പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് മൂന്നാമതെത്തുമെന്നാണ് പല അഭിപ്രായ സർവേകളുടെയും പ്രവചനം. ഒഡീഷ പിടിക്കാനായി നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളെപ്പറ്റിയാണ് ദേശങ്ങളിലൂടെയിൽ. രണ്ടായിരത്തി തുടക്കം മുതൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ നവീൻ പട്നായിക്കിന്റെ BJDയിൽ നിന്ന് 10-ലേറെ പ്രമുഖ നേതാക്കളാണ് BJPയിലേക്ക് കളം മാറിയത്. നവീൻ പട്നായിക്കിന്റെ വലം കൈയായിരുന്ന ജയന്ത് പാണ്ഡെയും ബാലഭദ്രമാജിയും ആദ്യം തന്നെ BJP പാളയത്തിലെത്തി. പിന്നീട് കന്ധമാൽ MP പ്രത്യുഷ രാജശ്രീ സിംഗ്, K നാരായണ റാവു, ദാമ റൌത്ത് തുടങ്ങിയ MLA-മാരും BJP പാളയത്തിലെത്തിയതോടെ ഒഡീഷയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടത്തിയ മുന്നേറ്റവും BJP ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. They are ready for giving a message very strongly along with rest of Odisha that in Odisha after 19 years we need change, and in the national level we need to make Modi ji Prime Minister again because of his stellar record in improving the country's economy and improving our defense preparedness. പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും എത്തുന്നു. ഒഡീഷയിലെങ്ങും റാലികളും യോഗങ്ങളും. देख करके मैं अभिभूत हूं जिस बड़ी संख्या में आए हैं. BJPയുടെ നീക്കങ്ങളൊന്നും ബാധിച്ചിട്ടില്ലെന്ന ഭാവത്തിലാണ് നവീൻ പട്നായിക്ക്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും വ്യായാമ രഹസ്യങ്ങളും ഒക്കെ പങ്കുവച്ച് പതിവ് രീതിയിൽ തന്നെ തുടരുകയാണ് നവീൻ പട്നായിക്ക്. മോദിയുമായി ഇടഞ്ഞാണ് 2014 നവീൻ പട്നായിക്ക് BJP ബന്ധം മുറിച്ചത്. വാജ്പേയി എങ്ങനെയാണ് മുന്നണിയെ നയിച്ചതെന്ന് കണ്ടുപഠിക്കാനാണ് നവീൻ നരേന്ദ്രമോദിയെ ഉപദേശിക്കുന്നത്. कालिया योजना रे 40 लाख चाषी उपकार पाइलेगी किंतु केंद्र और BJP सरकार यह योजना को बंद करने को चक्रांत करी. SC ST पिला का स्कॉलरशिप काय की बंद हैला. जिंदाबाद जिंदाबाद सागरदास जिंदाबाद 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 कांग्रेस जिंदाबाद. സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയാണെങ്കിലും 2014 ഒരു സീറ്റ് പോലും നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഇത്തവണ നില മെച്ചപ്പെടുത്തുമെന്നാണ് അവകാശവാദം. 2017 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP മുന്നേറ്റത്തിൽ തകർന്നടിഞ്ഞ കോൺഗ്രസ് തിരിച്ചുവരവിനുള്ള അവസാനവട്ട ശ്രമത്തിലാണ്. BJDക്ക് സംഭവിച്ചതുപോലെ നേതാക്കളുടെ കൂറുമാറ്റം വലിയ തോതിൽ നടന്നില്ലെങ്കിലും കോൺഗ്രസ് MLA പ്രകാശ് ബെഹ്റ അടക്കമുള്ളവർ BJP ക്യാമ്പിലെത്തിയത് തിരിച്ചടിയാണ്. രാഹുൽ ഗാന്ധിയും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലും അടക്കമുള്ളവർ കോൺഗ്രസിനായി പ്രചാരണത്തിനിറങ്ങിയെങ്കിലും സംസ്ഥാനത്തെ BJP മുന്നേറ്റത്തിൽ ഇത് മുങ്ങിപ്പോകുമോ എന്നാണ് സംശയം. नक्सल समस्या समाप्त होगी, कालाधन समाप्त होगा, आतंकवाद समाप्त होगा, लेकिन हुआ क्या? सवाल तो है 2 करोड़ लोगों को रोजगार मिला कि नहीं मिला. सवाल तो है आदिवासियों का, किसानों का, मजदूरों का, महिलाओं का. इन सारे लोग की सारी बातों का जवाब देना चाहिए नरेंद्र मोदी को. हमें पूरा विश्वास है उड़ीसा की जनता पर. इस समय कांग्रेस भारी बहुमत से जीतेगी पूरे देश में और प्रदेश में. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പദ്ധതി നടത്തിപ്പിനെ ചൊല്ലിയാണ് BJPയും BJDയും തമ്മിലുള്ള പ്രധാന തർക്കം. अब उनके ही परिश्रम से देश में एक बार फिर पूर्ण बहुमत वाली सरकार बनने जा रही. बीते 5 वर्षों में हमने देश को ये दिखाया है कि जब कांग्रेस कल्चर से मुक्त पूर्ण बहुमत वाली सरकार चलती है
तो उसका मतलब क्या होगा? भाइयों और बहनों, भारत अब आतंकियों को घर में घुस करके मारता है. 19 വർഷം തുടർച്ചയായി മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക്ക് 5ാം തവണയും മുഖ്യമന്ത്രി പദത്തിൽ എത്തുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. എല്ലാ പാർട്ടികളുമായി സമദൂരം പാലിക്കുന്ന BJD തെരഞ്ഞെടുപ്പിന് ശേഷം ആർക്കൊപ്പം നിൽക്കുമെന്നതും നിർണായകമാകും. തിരഞ്ഞെടുപ്പ് പ്രചാരണം പല സംസ്ഥാനങ്ങളിലും ടോപ്പ് ഗിയറിലാണ്. പ്രചാരണ വിഷയങ്ങൾ മാറി മാറി വരുന്നു. തന്ത്രങ്ങൾക്കും അടവുകൾക്കും മൂർച്ച കൂട്ടി പാർട്ടികളും നേതാക്കളും. ഏറ്റവും പുതിയ തിരഞ്ഞെടുപ്പ് വർത്തമാനവുമായി അടുത്തയാഴ്ച ന്യൂസ് 18 ഇന്ത്യയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.